ധാരാളം ഗുണങ്ങളടങ്ങിയതാണ് മധുരക്കിഴങ്ങ്. ഉയർന്ന പോഷകങ്ങളും കുറഞ്ഞ കലോറിയും അടങ്ങിയിരിക്കുന്ന ഈ കിഴങ്ങുവർഗ്ഗം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മധുരക്കിഴങ്ങിലെ വിറ്റാമിൻ സി വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് കുടലിലെ അഴുക്കിനെ പുറന്തള്ളും. ഇത് മലബന്ധം തടയുകയും മലശോചന സുഗമമാക്കുകയും ചെയ്യുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. എളുപ്പം ദഹിക്കുന്ന നാരുകളുള്ളതിനാൽ കണ്ണുകളിലെ രക്തക്കുഴലുകളെ ശുദ്ധീകരിക്കുന്നു. ഇതുവഴി കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും മധുരക്കിഴങ്ങ് ഉത്തമമാണ്. എല്ലാത്തരം ക്യാൻസറുകളെയും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ മധുരക്കിഴങ്ങിന് സാധിക്കും. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നത് വഴി ശരീരഭാരം കുറയ്ക്കുവാനും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും മധുരക്കിഴങ്ങ് അത്യുത്തമമാണ്. ആന്തരിക അവയവങ്ങളെ പരിപോഷിപ്പിക്കുന്നത് പോലെ തന്നെ ചർമ്മരോഗങ്ങളെ അകറ്റുന്നതിനും ചർമ്മം മൃദുവുള്ളതും മിനുസമാർന്നതുമായി നിലനിർത്തുന്നതിനും ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് അത്യുത്തമമാണ്. മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും അസ്ഥികളുടെ ആരോഗ്യത്തിനും തേയ്മാനത്തിനുമൊക്കെ ഇത് കഴിക്കുന്നതാണ് അത്യുത്തമം. ചുരുക്കി പറഞ്ഞാൽ അത്യുത്തമമായ ഈ ഔഷധം എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. വേവിക്കാതെയും വേവിച്ചും ഇത് കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ഇത് വറുത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രമേഹ രോഗികൾ തീർച്ചയായും ഇത് പുഴുങ്ങി തന്നെ കഴിക്കുന്നതാണ് ഉത്തമം. സ്തനാർബുദത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ ഔഷധം. കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ എന്നീ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നമുക്ക് ഇത് സഹായകമാകുന്നു. ഇന്ന് നമ്മൾ ഇത് പുഴുങ്ങി തന്നെയാണ് പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് വെള്ളമൊഴിക്കാം. അരിഞ്ഞ് വൃത്തിയാക്കിയതാണ് ഇത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയോ മഞ്ഞളിൻ്റെ ചെറിയ കഷ്ണമോ ഇടാം. എന്തെങ്കിലും തരത്തിലുള്ള കീടനാശിനി പ്രയോഗമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണ് മഞ്ഞൾ നമ്മൾ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം അത് അടപ്പിലേക്ക് വയ്ക്കാം. അടപ്പ് അടച്ചതിന് ശേഷം കുറച്ച് നേരം തീ നല്ല രീതിയിൽ കൊടുക്കുക. അതിനുശേഷം അത് പുഴുങ്ങി വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാകമായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഒന്നുകൂടി അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് അതിലേക്കിടാം. ഉണ്ടോ, വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെന്തിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളർ അതിന് വന്നിട്ടുണ്ടാകും. അത് നമ്മൾ സ്പൂണ് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ കുത്തി നോക്കുമ്പോൾ അത് നമുക്കറിയാൻ പറ്റും അത് വെന്തിട്ടുണ്ടോ എന്ന്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനോടൊപ്പം ചെറിയ ചമ്മന്തി, കാന്താരി മുളകോ മറ്റേതെങ്കിലും മുളകോ ഉള്ളിയോ കൊണ്ടുള്ള ഒരു ചമ്മന്തിയും ഉണ്ടാക്കി കഴിക്കാം. ഇതുപോലുള്ള ആരോഗ്യപരമായ മറ്റു വിഭവങ്ങളുമായി ഇനിയും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.